അങ്ങനെ ഗംഗയുടെയും വിനീതിൻ്റെയും വിവാഹ ദിവസമാണ് ഇന്ന്. ഇന്നത്തെ ദിവസത്തിൽ എന്തൊക്കെയാണ് അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ദയവായി ലൈക്ക് ചെയ്യുക. അങ്ങനെ വിനീത് അമ്പലത്തിൽ പോകാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരുങ്ങിയതിന് ശേഷം സാധാരണ പോലെ അവൻ അടുക്കളയിലോട്ട് വന്നു. അപ്പോൾ അമ്മയും ചേച്ചിയും വളരെ ദേഷ്യത്തിലാണ് അടുക്കളയിൽ ഇരിക്കുന്നത്. അമ്മ പച്ചക്കറികൾ അരിയുന്നുണ്ട്, ചേച്ചി അവിടെ ഒരു ടേബിളിന് സൈഡിലിരിക്കുന്നു. അപ്പോൾ ചേച്ചി ചോദിക്കും, നീ എവിടേക്കാണ് പോകുന്നത്? അതെന്താ ചേച്ചി ഒന്നത്തെ പോലെ, ഇന്നല്ലേ എൻ്റെ വിവാഹം. നിങ്ങൾ എല്ലാ ദേഷ്യവും വിഷമവും മനസ്സിൽ നിന്ന് മാറ്റി കളഞ്ഞിട്ട് എൻ്റെ വിവാഹത്തിന് വരണം. നിങ്ങളുടെ അനുഗ്രഹത്തിൽ വിവാഹം കഴിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയും. അപ്പോൾ അമ്മ പറയും, എൻ്റെ അനുഗ്രഹത്തിൽ നീ ഒരിക്കലും വിവാഹം കഴിക്കുകയില്ല. ഇത് അരവിന്ദേട്ടൻ എന്നല്ല, അരവിന്ദൻ മരിച്ചത് കാരണം മാത്രമാണ് അവൾ നിന്നെ വിവാഹം കഴിക്കാൻ തയ്യാറായത്. അരവിന്ദേട്ടൻ മരിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ അവളൊരു ഗൾഫുകാരൻ്റെ ഭാര്യ ആയേനെ. ഗൾഫുകാരൻ്റെ ഭാര്യയായി ഇപ്പോൾ ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് കാത്തു നിൽക്കേണ്ട സമയമായി. ഇനി അതല്ലച്ചെങ്കിൽ ആ കൊച്ചു പയ്യൻ മടിയിൽ വന്നിരുന്നില്ലായിരുന്നെങ്കിൽ ആ പുത്തമ്പണക്കാരൻ ആലപ്പുഴക്കാരൻ്റെ ഭാര്യ ആവേണ്ട സമയവും കഴിഞ്ഞു. ഇതൊന്നും പറ്റാത്തത് കൊണ്ടാണ് അവർക്ക് നിന്നെ ബോധിച്ചത്. അപ്പോൾ ഇങ്ങനെ ഒരു നാണം കെട്ട വിവാഹത്തിന് ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല എന്ന് പറയും. വിനീത് അമ്മയെയും ചേച്ചിയെയും കുറേ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുമെങ്കിലും അവർ തീരെ വഴങ്ങുന്നില്ല. അവസാനം അമ്മ ദേഷ്യത്തിൽ വിനീതിൻ്റെ കോളറിന് കയറി പിടിക്കുകയും വിനീതിനെ അടിക്കുകയും തള്ളുകയും ചെയ്യും. വിനീത് ആ തള്ളലിൽ ശക്തിയായി കോണിപ്പടിയുടെ തലയിടിച്ച് നേരെ താഴത്തേക്ക് വീഴും. എന്നിട്ടും അമ്മയുടെ അരിശ അടങ്ങുന്നുണ്ടാവില്ല. അവിടെ പച്ചക്കറികൾ നന്നാക്കിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. ആ പച്ചക്കറികളൊക്കെ എടുത്ത് വിനീതിൻ്റെ ദേഹത്തോട്ട് എറിയുകയും പച്ചക്കറി പാത്രങ്ങളും എല്ലാം അവിടെ എറിയുകയും ചെയ്യും. അങ്ങനെ വിനീത് വളരെ ശക്തിയിലാണ് താഴത്തോട്ട് വീഴുന്നതും. ഇതേ സമയം തന്നെ വിനീതിനെ കാണാതെ, അമ്പലത്തിലോട്ട് എത്തുന്നത് കാണാതെ വിനീതിനെ വീട്ടിലോട്ട് അന്വേഷിച്ച് വരികയാണ്. അപ്പം ഈ ആക്രമണമൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന കാരണം വിനീതിൻ്റെ മുഖത്ത് ഒരു ആകെ ടയേർഡായിട്ടാണ് വിനീത് നിൽക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് നിവിൻ ചോദിക്കും, നീ എന്താ ഒരുങ്ങിയില്ലേ, നിൻ്റെ വിവാഹമല്ലേ ഇന്ന്, നീ എന്താ ഈ ഒരുങ്ങാതെ നിൽക്കുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ വിനീതിൻ്റെ അമ്മയ്ക്ക് ആകെ ദേഷ്യം പിടിക്കും. അവർ പറയും, നീ ആരുടെ കല്യാണമാണ്, നീ ആരുടെ അടിയന്തരത്തിനാണ് ഇന്ന് ഇവനെ കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞ് നിവിനെ കുറേ വഴക്ക് പറയും. അപ്പോൾ വിനീത് പറയും, നിവിൻ നീ പോ, ഞാൻ എൻ്റെ അമ്മയില്ലേ, ഞാൻ അമ്മയെ ഒന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്തതിന് ശേഷം അങ്ങോട്ട് വരാം എന്ന് പറയും. അപ്പോൾ അതേ സമയത്ത് ദിവിനും ദേഷ്യം വരുന്നുണ്ട്. ദിവിൻ ഗീത ചേച്ചിയോട് ചോദിക്കും, അല്ല ഗീത ചേച്ചി, നിങ്ങളും പ്രണയിച്ചല്ലേ വിവാഹം കഴിച്ചത്, നിങ്ങൾക്കും അറിയുന്നതല്ലേ ഈ കാര്യമൊക്കെ. അപ്പോൾ ഗീത ചേച്ചി പറയും, ഞാൻ വിവാഹം കഴിച്ചത് എൻ്റെ വീട്ടുകാരുടെയും നാട്ടുകാരുടെയും ആശീർവാദത്തോടു കൂടിയാണ്, അല്ലാതെ ഇങ്ങനെ ഒളിച്ചും പാത്തുമല്ല എന്ന് പറഞ്ഞ് നിവിൻ്റെ വായ അടപ്പിക്കും. അങ്ങനെ വിനീത് പറയും, നീ പോയിട്ട് അവിടെയുള്ളവരെ വിവരം ധരിപ്പിക്കും, ഞാൻ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞ് വളരെ വിഷമത്തോടിരിക്കുന്ന വിനീതിനെയാണ് കാണിക്കുക. ഇതേ സമയം അമ്പലത്തിൽ അതിഥികൾ വരുന്നവരോടൊക്കെ ഗംഗയും സഹോദരിമാരും വളരെ ചിരിച്ച് സന്തോഷിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അമ്പലത്തിലുള്ള പ്രസാദമൊക്കെ ഗംഗയ്ക്ക് കൊടുക്കുന്നുണ്ട് അവിടെയുള്ള ആൾക്കാർ. അതൊക്കെ ഗംഗ സന്തോഷത്തിൽ തന്നെയാണ് കഴിക്കുന്നത്. അവളുടെ മുഖം ഇന്ന് വളരെ ഹാപ്പി ആയിട്ട് തന്നെയാണ് കാണിക്കുന്നത്. ചെറിയ ചെറിയ ആശങ്കകൾ ഗംഗയുടെ മനസ്സിലുണ്ടെങ്കിലും ഗംഗയെ പൊതുവെ സന്തോഷവതിയായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതേ സമയം വിനീതിനെ അന്വേഷിച്ച് പോയ നിവിൻ തനിച്ചാണ് തിരിച്ചു വരുന്നത്. നിവിൻ തിരിച്ചു വരുന്നത് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലൊരു ഭയം വന്നു. അങ്ങനെ എല്ലാവരും ശാരദയും മറ്റു മക്കളൊക്കെ നിവിൻ്റെ അടുത്തേക്ക് വരും. ഗംഗ മാത്രം ഒരു മരത്തിൻ്റെ ചോട്ടിൽ ഇരിക്കും. അങ്ങനെ അപ്പോൾ ചോദിക്കും, എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ നിവിൻ പറയും, അവിടെ അമ്മയും മകനും തമ്മിൽ ഒരു വലിയ അടി നടന്നിട്ട് നിൽക്കുകയാണ്. അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം വിനീത് ഇങ്ങോട്ട് വരാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ എല്ലാവർക്കും പോയൊരു ഭയമാവും. എന്തോ പ്രശ്നമുണ്ടെന്ന് ഗംഗയ്ക്കും മനസ്സിലാവും. ഗംഗയുടെ മുഖവും ആകെ മാറാൻ തുടങ്ങും. അവിടെയുള്ള എല്ലാവർക്കും ഒരു ആശങ്കയാകും. കാരണം സുജാതയുടെ യഥാർത്ഥ സ്വഭാവം അവിടെയുള്ള എല്ലാവർക്കും വളരെ കൃത്യമായിട്ട് തന്നെ അറിയാം. വിനീതിന് വരാൻ പറ്റുമോ വരാൻ പറ്റില്ലേ എന്നുള്ള ആശങ്കയിലാണ് എല്ലാവരും. അതാണ് ഇന്നത്തെ എപ്പിസോഡിലെ കഥ.
കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സും പ്രൊമോ ഡീറ്റെയിൽസും കഥാവിശേഷങ്ങളും അറിയാൻ ആദ്യം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം ലൈക്ക് ചെയ്യുക. താങ്ക് യു.